നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റോഡിന് പോലെ വേറെ റോഡ് പണിഞ്ഞിട്ട് എന്താ ഇവർക്ക് കിട്ടാൻ പോയ? ഇവർക്ക് ഏറ്റവും പൈസ വേണ്ട, മനുഷ്യന്മാര് വേണ്ട. അവർക്ക് അവരുടെ സ്വന്തം കാര്യങ്ങൾ നോക്കിയാൽ മതി. ഇടുക്കി അടിമാലി കൂമ്പൻപാറയിൽ മലയിടിഞ്ഞു വീണ് വലിയ ദുരന്തം നേരിട്ട ഒരു കുടുംബത്തിലെ കുട്ടിയുടെ പ്രതികരണമാണ് ഇത്. എനിക്കിവിടെ നിന്ന് പോകാൻ കഴിയില്ല എന്നാണ് ആ കുട്ടി പറയുന്നത്. അവർക്ക് കാശല്ലേ വലുത് എന്നൊക്കെ ആ കുട്ടി പറയുന്നത് സർക്കാരിന് നേരെയുള്ള ചോദ്യമാണ്. അതായത് സർക്കാരിന്റെ അനാസ്ഥ കൊണ്ടാണ് ഇപ്പോൾ ഈ വലിയൊരു ദുരന്തം ഉണ്ടായിരിക്കുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലി ലക്ഷം വീട് കോളനി ഭാഗത്ത് 12 വീടുകൾക്ക് മുകളിലേക്കാണ് കൂറ്റൻ മല വന്ന് പതിച്ചത്. 6 വീടുകൾ പൂർണ്ണമായും ഇവിടെ തകർന്നിട്ടുണ്ട്. 50 അടിയിലേറെ ഉയരമുള്ള തിട്ടയുടെ വിണ്ടിരുന്ന ഭാഗം ഇടിഞ്ഞ് പാതയിലേക്കും അടിഭാഗത്തുള്ള വീടുകളിലേക്കും പതിക്കുകയായിരുന്നു. ഇതിനാരാണ് ഉത്തരവാദികൾ? മഴയെ മാത്രം പഴിച്ചിട്ട് കാര്യമില്ല. അതിശക്തമായി ഇടുക്കിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് തുലാവർഷം തുടങ്ങിയത് മുതൽ ഇടുക്കി തോരാ മഴയിലാണ്. അങ്ങനെ കുതിർന്നു കിടക്കുന്ന ഭൂമിയിലും ദേശീയപാതയുടെ പണി എന്ന് പറഞ്ഞുകൊണ്ട് അശാസ്ത്രീയമായ രീതിയിലുള്ള മണ്ണെടുപ്പാണ് നടന്നുകൊണ്ടിരുന്നത്. അവിടുത്തെ ജനങ്ങൾ പറയുന്നുണ്ടായിരുന്നു, മഴയാണ്, ഇതൊന്ന് നിർത്തിവെക്കൂ, വലിയ അപകടമുണ്ടാകുമെന്ന്. എന്നാൽ അത് കേൾക്കാതെ അവിടെ പണി നടത്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ആ ദുരന്തമാണ് വലിയ ഒരു ആപത്തായി ആ ജനങ്ങളെ വിഴുങ്ങിയത്. ഈ ദുരന്തം സർക്കാർ സ്പോൺസേർഡ് ആണെന്നുള്ള പ്രതിഷേധം ഇപ്പോൾ ശക്തമാകുകയാണ്. കഴിഞ്ഞ 3 ദിവസമായി പലതവണ ഈ മേഖലയിൽ മണ്ണിടിഞ്ഞിരുന്നു. ദേശീയപാതയ്ക്കായി മണ്ണ് മാറ്റിയ സ്ഥലത്ത് വലിയ വിള്ളലും രൂപപ്പെട്ടു. എന്നിട്ടും പഠിച്ചില്ല. അതും വകവയ്ക്കാതെ വീണ്ടും അവിടെ പ്രവർത്തനങ്ങൾ നടത്തുകയായിരുന്നു. ദുരന്തത്തിൽ ഒരു മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. മരണസംഖ്യ ഉയരുമായിരുന്നു. എന്നാൽ അപകട സാധ്യത മുന്നിൽ കണ്ട് ഈ മേഖലയിൽ നിന്ന് 22 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിരുന്നു. അതുകൊണ്ട് ആണ് ഈ ഒരു വലിയ ദുരന്തം ഒഴിവായത്. അല്ലെങ്കിൽ ആ 22 കുടുംബം ഉൾപ്പെടെ ഇന്നിപ്പോൾ മണ്ണിനടിയിലായി പോകുമായിരുന്നു. എത്ര തവണ അവിടുത്തെ നാട്ടുകാർ പറഞ്ഞതാണ് ഈ പ്രവൃത്തി ഒന്ന് നിർത്തിവെക്കൂ എന്ന്. മഴ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വീണ്ടും പണി നടത്തിക്കോളൂ എന്ന് അവർ പറഞ്ഞു. എന്നിട്ടും കേൾക്കാതെ അവിടെ തുടരെ ആ ഭൂമിയിൽ ആഘാതമേൽപ്പിച്ചതിന്റെ പരിണിത ഫലമാണ് അവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചത്. ഈ ദുരന്തം വരുത്തിവെച്ചതാണെന്നും മണ്ണെടുപ്പ് ഉടൻ നിർത്തിവെക്കണമെന്നും നാട്ടുകാർ കട്ടായം പ്രതിഷേധത്തിലാണ്. അപകട സ്ഥലത്തെത്തിയ മന്ത്രി റോഷി അഗസ്റ്റിനെ വളഞ്ഞായിരുന്നു ജനങ്ങൾ പൊട്ടിത്തെറിച്ചത്. ജനങ്ങൾ ഇളകിയിട്ടും ഒരക്ഷരം പ്രതികരിക്കാതെ മുഖ്യമന്ത്രി മൗനത്തിലാണ്. അപകടം നടന്ന സ്ഥലത്ത് ദേശീയപാതയ്ക്കായി വീതി കൂട്ടുന്ന പ്രവർത്തികൾ പുരോഗമിക്കുകയായിരുന്നു. മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് 3 ദിവസമായി ഈ വഴിയുള്ള ഗതാഗതവും നിരോധിച്ചിരുന്നു. റവന്യൂ അധികൃതരുടെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് ലക്ഷം വീട് ഉന്നതിയിലെ കുടുംബങ്ങളെ സമീപത്തെ സ്കൂളിൽ ആരംഭിച്ച ക്യാമ്പിലേക്ക് മാറ്റി മുൻകരുതൽ നടപടി സ്വീകരിച്ചത്. ഇപ്പോൾ പോലും ആ ഒരു നടപടി വൈകിയിരുന്നുവെങ്കിൽ എത്ര വലിയ ദുരന്തമാണ് സംഭവിക്കുക? ആ ജനങ്ങളെ മുഴുവൻ കുരുതി കൊടുക്കുകയായിരുന്നില്ലേ? ഇത്രത്തോളം വലിയ നിരുത്തരവാദിത്തപരമായ നടപടികളാണ് ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. വികസനം വേണം, വേണ്ട എന്നല്ല പറയുന്നത്. പക്ഷെ അവിടെ ഒരു കൂട്ടം മനുഷ്യർ ജീവിക്കുന്നുണ്ട്. അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കിയിട്ട് വേണം വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ. അല്ലാത്ത പക്ഷം ആ മനുഷ്യർ ഇതുപോലെ ചത്തുകൊണ്ടേയിരിക്കും. ജനങ്ങളെ കൊല്ലിക്കുകയാണോ ഈ സർക്കാർ എന്നുള്ള പ്രതിഷേധമാണ് ഉയരുന്നത്. ഇതിനിടയ്ക്ക് അവിടെ സന്ദർശിച്ച മന്ത്രി റോഷി അഗസ്റ്റിന്റെ പ്രസ്താവനകൾ വലിയ വിവാദത്തിനും പ്രതിഷേധത്തിനും വഴിവെച്ചിരിക്കുകയാണ്. മുന്നറിയിപ്പുകൾ ലംഘിച്ചതാണ് നിർഭാഗ്യകരമായ അപകടത്തിന് കാരണമെന്നാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞത്. ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ പ്രദേശത്തെ വീടുകളിലുള്ളവരെ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നു. എന്നാൽ മാറ്റി പാർപ്പിച്ചിരുന്നിടത്ത് നിന്ന് അവർ വീട്ടിലേക്ക് തിരികെ വരികയായിരുന്നു. ഇക്കാര്യത്തിൽ അവർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നാണ് റോഷി അഗസ്റ്റിൻ പറഞ്ഞത്. അവരവരുടെ എന്തൊക്കെയോ രേഖകൾ എടുക്കുന്നതിന് വേണ്ടിയാണ് ആ വീട്ടിലേക്ക് വന്നത്. അപ്പോഴാണ് ആ ദുരന്തം ഉണ്ടാകുന്നത്. ആ മനുഷ്യർ ശ്രദ്ധിക്കേണ്ടിയിരുന്നു എന്ന് മന്ത്രി പറയുന്നുണ്ടല്ലോ. സർക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ഇത്രത്തോളം ഭീതിതമായ ഒരു അവസ്ഥയിലും അവിടെ മണ്ണെടുപ്പ് നടന്നപ്പോൾ അതിനെ എന്തുകൊണ്ട് വിലക്കിയില്ല? സർക്കാരിന്റെ ഭാഗത്തെ നിരുത്തരവാദിത്തപരമായ നിലപാടുകൾ അത് ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കരുത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു. സർക്കാർ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് ഇതുപോലെയുള്ള ദാരുണമായ സംഭവങ്ങൾ അടിക്കടി ഉണ്ടാകുന്നതിനുള്ള കാരണം. മുന്നറിയിപ്പ് ലംഘിക്കാൻ പാടില്ലായിരുന്നു. നിർഭാഗ്യവശാൽ അവർ വീട്ടിൽ തിരിച്ചെത്തുകയും അപകടത്തിൽപ്പെടുകയുമായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞത്. അപകടകരമായ സാഹചര്യങ്ങളിൽ മുന്നറിയിപ്പ് അവഗണിക്കാൻ പാടില്ല എന്നാണ് വ്യക്തിപരമായി ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. പ്രകൃതിയോടും ദുരന്തത്തോടും മല്ലടിക്കുക അസാധ്യമാണെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറയുന്നു.
പ്രകൃതിയോടും ദുരന്തത്തോടും മാത്രമല്ല ഈ സർക്കാരിനോടും മല്ലടിക്കുക അസാധ്യമായിരിക്കുകയാണ് ജനങ്ങൾക്ക്. കൊടിയ ദുരിതത്തിലേക്ക് കുറെ മനുഷ്യരെ തള്ളിവിടുകയാണ് ഈ സർക്കാർ. എന്നിട്ട് അപകടം സംഭവിക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ ആ ജനങ്ങളുടെ തലയിലേക്ക് കെട്ടിവെക്കുക, എന്നിട്ട് കൈകഴുകുക. നാണമില്ലേ നിങ്ങൾക്ക്? അശാസ്ത്രീയവും നിരുത്തരവാദിത്തപരവുമായ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്ന് നാട്ടുകാർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അവരുടെ പ്രതിഷേധങ്ങളോ അവരുടെ വാക്കുകളോ കേൾക്കാൻ പോലും ആരും തയ്യാറായില്ല. ദേശീയപാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി വീടിരുന്നതിന് സമീപത്തെ വലിയ കുന്ന് ഇടിച്ചു നിരത്തുകയും അതിന്റെ ഒരു ഭാഗം അരിഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു. ഇതാണ് ഇപ്പോൾ വലിയ ദുരന്തത്തിലേക്ക് നയിച്ചത് എന്നാണ് ആ ജനങ്ങൾ പറയുന്നത്. മഴയില്ലാത്ത സാഹചര്യത്തിൽ പോലും വലിയ മണ്ണിടിച്ചിൽ ഉണ്ടായത് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണെന്ന് സൂചിപ്പിച്ചിരുന്നുവെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഇവിടെ മണ്ണിടിച്ചിൽ ഉണ്ടായതിനെ തുടർന്ന് ശനിയാഴ്ച വൈകിട്ട് 6 മണിയോടുകൂടിയാണ് ആ പ്രദേശത്തുണ്ടായിരുന്ന 22 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചത്. ദേശീയപാതയുടെ നിർമ്മാണം ആരംഭിച്ച ഘട്ടം മുതൽ തന്നെ മതിയായ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിട്ടില്ല എന്നതുൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. അശാസ്ത്രീയമായ മണ്ണെടുപ്പും തുടർന്നുണ്ടായ മണ്ണിടിച്ചിലും ഉണ്ടായിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്ന് കാര്യമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് അടിമാലി പഞ്ചായത്തും ആരോപിക്കുന്നുണ്ട്. പ്രദേശവാസികൾ വിള്ളൽ രൂപപ്പെട്ടതായി അറിയിച്ചിരുന്നു. പഞ്ചായത്ത് അധികൃതർ പോലീസിനെയും ജില്ലാ ഭരണകൂടത്തെയും കളക്ടറെയും അടക്കം ബന്ധപ്പെട്ടിട്ടും ആരും ഫോൺ എടുക്കാൻ തയ്യാറായില്ല എന്ന ആരോപണവും പഞ്ചായത്ത് ഉന്നയിക്കുന്നുണ്ട്. നിലവിൽ അടിമാലിയിൽ നിന്ന് മൂന്നാറിലേക്ക് പോകുമ്പോൾ റോഡിന്റെ ഒരു വശം ഉയർന്ന മലയും മറുവശം താഴ്ന്ന പ്രദേശവുമാണ്. ഈ മലയുടെ ഒരു ഭാഗം അരിഞ്ഞെടുത്താണ് റോഡിന് വീതി കൂട്ടുന്നത്. മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളോ സംരക്ഷണ ഭിത്തിയോ ഇല്ലാതെ നിർമ്മാണം തുടർന്നാൽ ഈ മേഖലയിൽ ഇനിയും വലിയ അപകടങ്ങൾക്ക് സാധ്യതയുണ്ടോ എന്ന ആശങ്ക പ്രദേശവാസികളും പങ്കുവയ്ക്കുന്നുണ്ട്. അതായത് ഞങ്ങളെ ഇങ്ങനെ അങ്ങ് കൊല്ലാനിട്ട് കൊടുത്തേക്കുകയാണോ എന്നാണ് ആ പാവപ്പെട്ട ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇടുക്കിയിൽ ഏറ്റവും കൂടുതൽ ഈ തുലാവർഷം തുടങ്ങിയത് മുതൽ ഇടുക്കിയിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ഭൂമി ദുർബലമാണ്. പോരാത്തതിന് ഡാമുകളിൽ ഉൾപ്പെടെ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ വലിയൊരു പ്രതിസന്ധി ആ മേഖലയിലെ ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മലയോര മേഖലയിൽ കനത്ത മഴയാണ് പെയ്യുന്നത്. ജനങ്ങൾക്ക് ദിവസവും ജാഗ്രതാ നിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശത്താണ് അശാസ്ത്രീയമായി ഈ മണ്ണെടുപ്പ് തുടർന്നുകൊണ്ടേയിരുന്നത്. മഴയാണ് എന്ന് മനസ്സിലായിട്ട് പോലും ആ പ്രവൃത്തി നിർത്തിവെക്കാൻ ഇവർ തയ്യാറായില്ല. അതിന്റെ ഫലമാണ് ആ ജനങ്ങൾ അനുഭവിച്ചത്. എന്നിട്ട് ആ ജനങ്ങളുടെ മെക്കിട്ട് കയറുകയാണ്. എന്തായാലും ഈ വിഷയത്തിൽ അവിടുത്തെ ജനങ്ങൾ സർക്കാരിനെതിരെ നിൽക്കുകയാണ്. ഇപ്പോൾ ആ കുട്ടി പോലും സർക്കാരിനെതിരെ, അതായത് എനിക്ക് ഇനി ഇവിടെ താമസിക്കാൻ കഴിയുമോ എന്നുള്ള ആ കുട്ടിയുടെ ചോദ്യങ്ങൾ, ആ കുട്ടിയുടെ ആവലാതികൾ ഈ സർക്കാരിനോടുള്ള ചോദ്യമാണ്. ഈ സർക്കാർ അതിന് മറുപടി പറയണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.